സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ആദ്യമായി ഞാൻ അരവിന്ദാക്ഷൻ സാറിൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെക്കാൾ അറിവുള്ളവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സമ്മതിച്ചാൽ തന്നെയും 36 പ്രാവശ്യമായിട്ട് മുടങ്ങാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അമന്ത്രമക്ഷരം നാസ്തി, നാസ്തി മൂല അനൗഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസ്ത്ര ദുർലഭ. കഴിവുള്ള ആൾക്കാരുണ്ട് എല്ലാ തരത്തിലും, പക്ഷെ അവരെ ഒന്നിച്ചു കൂട്ടാനാണ് ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ അഭിനന്ദനം അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അരവിന്ദാക്ഷൻ സാറും മാവൂർ സാറും ഒരുപോലെ പരമേശ്വർജിയെ സ്മരിച്ചു. അത് വലിയൊരു കാര്യമാണ്. പരമേശ്വർജി നമ്മുടെ സ്മരണയിലേക്ക് കടന്നു വന്നു. പരമേശ്വർജിയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഞാൻ പങ്കെടുത്ത അവസാനത്തെ പരിപാടി ചങ്ങനാശ്ശേരി യൂണിറ്റിൻ്റെ അനുസ്മരണമാണ്, പരമേശ്വർജി അനുസ്മരണമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ഉചിതമായ മാർഗനിർദ്ദേശനം കൊടുത്തുകൊണ്ടാണ് പരമേശ്വർജി മുന്നോട്ട് പോയത്. ഒരു സേവാ പരിപാടിയിൽ അദ്ദേഹം വന്നു. സാധാരണ കാര്യകർത്താക്കന്മാർ, പ്രവർത്തകരാണ് ഇരിക്കുന്നത്. 10-70 പേരുണ്ട്. തിരുവനന്തപുരത്താണ് പരിപാടി നടന്നത്. പരമേശ്വർജിയെ വിളിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പക്ഷെ പരമേശ്വർജി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, സേവന പ്രവർത്തനം വളർന്നു കഴിഞ്ഞു. ഒരു പ്രവർത്തനം വളർന്നു കഴിഞ്ഞാൽ ആശയങ്ങൾ വ്യക്തമായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ 1-2 വ്യക്തികൾക്ക് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഒരു പ്രവർത്തനം വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങൾ വ്യക്തമായില്ലെങ്കിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പരമേശ്വർജി പറയുകയുണ്ടായി. സേവാ പ്രവർത്തനത്തെക്കുറിച്ച് സംഘത്തിൽ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് അത് വ്യാപിപ്പിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ ആദർശത്തെക്കുറിച്ച്, പ്രേരണയെക്കുറിച്ച് വ്യക്തമാക്കി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെപ്പോലെയുള്ളവർ ഈ സേവാപ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇവിടെ ഭാരതീയ ദർശനം, സേവനം ഭാരതീയ ദർശനത്തിൽ എന്നുള്ളൊരു വിഷയമാണ്, ഭാരതീയ സങ്കല്പത്തിൽ. അത് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സംഘപ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1989-ലാണ് ഈ സേവന പ്രവർത്തനം എന്നൊരു വിഷയം സംഘത്തിലേക്ക് കടന്നു വന്നത്. 1989 പ്രത്യേകത, സംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗവാറിന് 100 വയസ്സ് തികയുന്ന സന്ദർഭം. അദ്ദേഹം 50 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ 100-ാം വർഷത്തിൽ പുതിയൊരു പ്രവർത്തനമായിട്ട് സേവാപ്രവർത്തനം സംഘത്തിൽ വളർന്നു വരികയായിരുന്നു. നമുക്കതിൽ അത്ഭുതമില്ല, കാരണം സംഘം ഓരോ സന്ദർഭത്തിലും പുതിയ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. സംഘത്തിൻ്റെ 100-ാം വർഷത്തിൽ പഞ്ചപരിവർത്തനം എന്നൊരു വിഷയവുമായിട്ടാണ് സംഘം ജനങ്ങളെ സമീപിച്ചത്. അതുകൊണ്ട് ഈ സേവാ വിഭാഗിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ സംഘസ്ഥാപകൻ്റെ ജീവിതത്തെക്കുറിച്ചും സംഘത്തെക്കുറിച്ചും നമ്മൾ കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗവാർ, ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവാർ ജനിച്ചതും മരിച്ചതും സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലാണ്. 1889 അദ്ദേഹം ജനിച്ചത്. 1940 അന്തരിക്കുകയാണ്. സംഘം തുടങ്ങിക്കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷം. ഡോക്ടർ ഹെഡ്ഗവാറിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹം നാഗപ്പൂരിൽ ജനിച്ചു. അദ്ദേഹം വിദ്യാലയത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി വന്ദേമാതരം ചൊല്ലിയതിനാണ്. വന്ദേമാതരം ചൊല്ലുക മാത്രമല്ല, മറ്റുള്ളവരെ ചൊല്ലാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, വന്ദേമാതരം ഇന്നെല്ലാവരും ചൊല്ലുന്നുണ്ട്.
ആരും പ്രതീക്ഷിച്ചില്ല തമിഴ്നാട് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വന്ദേമാതരം അവിടെ ചൊല്ലുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ ബംഗാളിൽ ചൊല്ലിയാൽ അതിൽ അത്ഭുതമില്ല, പക്ഷെ അവിടെയും വന്ദേമാതരം ചൊല്ലി 2 പ്രാവശ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോഴാണ് വന്ന പരിവർത്തനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഡോക്ടർ ഹെഡ്ഗവാർ അതിനുശേഷം നാഗപ്പൂരിൽ നിന്ന് കൽക്കട്ടയിൽ പോയി ദേശീയവാദികൾ നടത്തിയ മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി LMS പാസ്സായി. അദ്ദേഹത്തിന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് തന്നെ കിട്ടി ബംഗാളിലേക്ക്. പക്ഷേ അതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൻ്റെ വിവിധ ധാരകളിൽ അദ്ദേഹം പങ്കെടുത്തു. വിപ്ലവ പ്രസ്ഥാനം തൊട്ട് സത്യാഗ്രഹം വരെയുള്ള ധാരകളിൽ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനത്തിലും പങ്കെടുത്തിട്ടുണ്ട്, നിയമലംഘന പ്രസ്ഥാനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 2 അവസരങ്ങളിലും അദ്ദേഹം ജയിൽവാസം ഭരിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ്റെ പരിഷ്കാരങ്ങൾക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം നടത്തിയപ്പം അതിലും ഡോക്ടർ ഹെഡ്ഗവാർ പങ്കെടുത്തു. 1931 ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടന്ന സമയത്ത് ഡോക്ടർ ഹെഡ്ഗവാർ മഹാരാഷ്ട്രയിൽ അകോല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വനസത്യാഗ്രഹം നടത്തി. ഉപ്പ് ഭാരതത്തിൻ്റെ വിഭവമായ ഉപ്പിന് ബ്രിട്ടീഷ് സർക്കാർ, വിദേശ സർക്കാർ നികുതി ചുമത്തുന്നതിൽ പ്രതിഷേധിച്ച് നമ്മുടെ സ്വാഭിമാനത്തെ വേണ്ടിയാണ്, സ്വാഭിമാനത്തെ ചോദ്യം ചെയ്തതിനാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. അല്ലാതെ ഗാന്ധിജിക്ക് വീട്ടിലേക്ക് ഉപ്പ് ആവശ്യം ഉണ്ടായിട്ടല്ല. ഗുജറാത്തിലെ ഉപ്പ് പാടത്ത് അവിടെ സമുദ്രത്തിലെ ജലം ശേഖരിച്ച് വറ്റിച്ച് അദ്ദേഹം ഉപ്പുണ്ടാക്കുകയായിരുന്നു. ഇതേപോലെ സ്വാഭിമാനത്തിൻ്റെ കഥകൾ വീണ്ടും ഉണ്ട്. ശ്രീരാമ ജന്മഭൂമിയിൽ എന്തിനാണ് ക്ഷേത്രം? ലോകത്ത് ഈ ഭാരതത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ. അതിനുള്ള ഉത്തരം ഭാരത സ്വാഭിമാനത്തിൻ്റെയാണ്. ശ്രീരാമ ജന്മഭൂമി തകർന്നു കിടന്നുകൊണ്ട് അത് കണ്ടുകൊണ്ട് വളർന്നാൽ സ്വാഭിമാനമുള്ള ഒരു അടുത്ത തലമുറ ഇവിടെ വളരില്ല. അതുകൊണ്ട് രാമജന്മഭൂമിയുടെ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാഭിമാനത്തിൻ്റെയാണ്. അപ്പം നിയമലംഘന പ്രസ്ഥാനത്തിലും അതേപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഡോക്ടർ ഹെഡ്ഗവാർ പങ്കെടുത്തു. ആ സമയത്ത് വിപ്ലവകാരികളുണ്ട്, ജാലിയൻ വാലാബാഗ് പോലുള്ള സംഭവങ്ങൾ നടന്നു. ദേശസ്നേഹികൾ തൂക്കിലേറ്റി. അങ്ങനെ മരണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുക, ജീവൻ ബലിയർപ്പണം എന്നൊരു ആദർശം എല്ലാവരും സ്വീകരിച്ച്, പല ആൾക്കാരും സ്വീകരിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഡോക്ടർ ഹെഡ്ഗവാർ ചിന്തിച്ചത് ഈ അടിമത്തം പോയി ഭാരതം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളിലും ഒരു ആദർശപരമായ ജീവിതം നയിക്കണം. അതിന് ജീവൻ ബലിദാനം ചെയ്യാനായിട്ട് ഏതാനും വ്യക്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്കും സ്വീകരിക്കാവുന്ന ഒരു മാർഗം ജീവിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി ജീവിത സമർപ്പണം, തൻ്റെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുക. ഈ ഒരു പുതിയ കാര്യം, ഒരു നൂതനമായിട്ടുള്ള കാര്യം ഡോക്ടർ ഹെഡ്ഗവാർ യുവജനങ്ങളുടെ മുമ്പിൽ കൊടുത്തു എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ദേശീയ ജീവിതത്തിൽ ഡോക്ടർ ഹെഡ്ഗവാർ വരുത്തിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു, അതിന് 100 വർഷമായി എന്നുള്ളതല്ല. ജീവൻ ബലിദാനത്തിന് പകരം ജീവിച്ചുകൊണ്ട് രാഷ്ട്രത്തെ സേവിക്കുക എന്ന സാധാരണക്കാർക്ക് പോലും സ്വീകരിക്കാവുന്ന ഒരു മഹത്തായ ആദർശം അദ്ദേഹം പ്രായോഗികമാക്കി എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമുക്കറിയാം, നമ്മുടെ മുന്നിലൊരു പ്രത്യയശാസ്ത്രമുണ്ട്, അത് വിവരണത്തിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസം അവിടെ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതി മനസ്സിലാക്കി പല രാജ്യങ്ങളും പല രീതിയിൽ നടപ്പാക്കി അവസാനം എങ്ങും ഇല്ലാതായ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഡോക്ടർ ഹെഡ്ഗവാർ വിശദീകരിക്കാൻ പോയിട്ടില്ല. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു മാതൃകയായിട്ടാണ് നിലകൊണ്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഗാന്ധിജി മാതൃകയായിരുന്നു. പക്ഷേ പിന്നീട് ഗാന്ധിജിയെ മാതൃകയാക്കാൻ എല്ലാവരും തയ്യാറില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ചർച്ച വന്നു, ഖദർ സ്വീകരിക്കണോ, ഖദർ ധരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച 1 വർഷം ആയില്ല ആ ചർച്ച നടന്നിട്ട്. അപ്പോൾ വിവരണത്തിൽ കൂടിയും സ്വയം മാതൃകയായിട്ട് നിന്നിട്ടല്ല ഡോക്ടർ ഹെഡ്ഗവാർ യുവജനങ്ങളിൽ സ്വാധീനം നേടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയവും തമ്മിലുള്ള അടുപ്പത്തിനാണ് സ്വാധീനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ ഹെഡ്ഗവാർ യുവാക്കളിൽ സ്വാധീനം നേടിയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചത് ഓരോ യുവ ഹൃദയങ്ങളെയും ആകർഷിച്ചു എന്നുള്ളതാണ്.
അങ്ങനെ ഡോക്ടർ ഹെഡ്ഗവാർ അദ്ദേഹം അവതരിപ്പിച്ച ഈ ജീവിത സമർപ്പണം എന്നുള്ള ആദർശത്തിന് വേണ്ടി അദ്ദേഹം സ്വയം ജീവിച്ചുകൊണ്ടാണ് 1940 നമ്മളെ വിട്ടുപിരിഞ്ഞത്. ആ സംഘടന ഇപ്പോൾ 100-ാം വർഷം എത്തിച്ചേർന്നിരിക്കുന്നു. ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെ 100-ാം വർഷത്തിലാണ് നമ്മൾ സേവാപ്രവർത്തനം തുടങ്ങിയത്, സേവാ വിഭാഗ് എന്ന സംഘപ്രവർത്തനം തുടങ്ങിയത്. ഇത് ഒരു ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ എന്തുകൊണ്ട് സേവാ വിഭാഗ് സംഘടന ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഭാരതത്തിലെ സേവാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സേവനം എന്നുള്ള പേര് നമ്മൾ അപൂർവമായിട്ടാണ് കേൾക്കുന്നെങ്കിലും കർത്തവ്യം, കടമ എന്നൊരു പേരുണ്ട്. ഇവിടെ മാവു സാർ പറഞ്ഞ് നമ്മുടെ പൂർവികരോടുള്ള കടമ, സമൂഹത്തോടുള്ള കടമ, ഇതെല്ലാം നമുക്കുണ്ട്. സേവനം എന്നുള്ള വാക്ക് നമ്മൾ അപൂർവമായിട്ടേ കേട്ടിട്ടുള്ളൂ. അത് ഈ അടുത്ത കാലത്താണ് ഹിന്ദു സമൂഹത്തിൽ ഭാരതത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ സേവാപ്രവർത്തനം സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതവസരത്തിലാണെങ്കിലും, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്താണെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള സേവാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു സേവാ വിഭാഗം, ഒരു പരിശ്രമം? വ്യക്തികളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സേവാമനോഭാവം പോരെ, പിന്നെ ഒരു പരിശ്രമം എന്തിനാണ് എന്നതിൻ്റെ ഉത്തരം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർക്കാര്യവാഹായിരുന്ന HV ശേഷാദ്രിജി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിത്യവികസനശീലയും ഗതിമാനശീലയുമായ ഹിന്ദു സംഘടനാ കാര്യത്തിൻ്റെ അനിവാര്യ സ്വഭാവമാണ് സേവനം എന്നുള്ളതാണ്. ഈ ഹിന്ദു സംഘടന നിത്യവും വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ വികസനം? സംഘം എങ്ങനെയാണ് വളർന്നത്? ഒരു വ്യക്തിയിൽ നിന്ന് അനേകം വ്യക്തികളിലേക്ക്. ആദ്യത്തെ സ്വയംസേവകൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹെഡ്ഗവാർ മാത്രമായി. ഒരു സ്ഥലത്ത് നിന്ന് അനേകം സ്ഥലങ്ങളിലേക്ക്. ആദ്യം നാഗപ്പൂരിൽ മാത്രമാണ് ശാഖ കാണാൻ സാധിച്ചത്. ഒരു സംഘടനയിൽ നിന്ന് അനേക സംഘടനകളായിട്ട് ഇന്ന് ധാരാളം സംഘടനകളിൽ സ്വയംസേവകർ പ്രവർത്തിക്കുന്നുണ്ട്. സ്വയംസേവകർ അല്ലാത്തവരും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 40 വിദേശ രാജ്യങ്ങളിൽ പോലും സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സംഘം വളർന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഘത്തിൻ്റെ നിത്യവും വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നിത്യവും വളർന്നുകൊണ്ടിരിക്കുന്നതും ചലനാത്മകമാണ്, വിവിധ ദിശകളിലേക്കും വളരുന്നുണ്ട്. അങ്ങനെയുള്ള ഹിന്ദു സംഘടനയുടെ അനിവാര്യ കാര്യക്രമമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യക്രമമാണ്. അതെന്താണ്? സംഘ സ്വയംസേവകർ അവരുടെ ആദർശം, സ്വയംസേവകൻ എന്നുള്ള പേരിൽ തന്നെയുണ്ട് സേവനം. രാഷ്ട്രത്തിന് വേണ്ടി പരപ്രേരണ കൂടാതെ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്, ഒരു ദേശീയ വീക്ഷണമുള്ള വ്യക്തിയാണ് സ്വയംസേവകൻ. അപ്പോൾ അവരൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്ന പോലെ ചെയ്താൽ പോരെ. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. എതിരെ നിന്ന് കാറ്റടിക്കുമ്പോൾ, നമ്മുടെ എതിരെ നിന്ന് കാറ്റടിക്കുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ഒരു അനുഭവം ഉണ്ട്. ഒരു ടെസ്റ്റിന് കയറുകയെന്ന് വെച്ചോ, നമ്മൾ ഏതാണ് നമ്മുടെ ഹാർട്ടിനൊക്കെ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, TMT ആ ടെസ്റ്റ്. അവിടെ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ, ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആ ബെൽറ്റോ ആ സംവിധാനം പുറകോട്ട് പോകും. അപ്പം നമുക്ക് നമ്മുടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് കയറ്റി വെക്കണം. അപ്പോൾ അവർ അവിടെ മാർക്ക് ചെയ്യുന്നത് ഈ വ്യക്തി നടക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് എത്രയുണ്ടെന്നുള്ളതാണ്. അടുത്ത സ്വിച്ച് ഇടുമ്പോൾ പുറകോട്ട് കുറച്ചുകൂടെ സ്പീഡിൽ കറങ്ങും. അപ്പം നമ്മൾ കാലെടുത്ത് വെച്ചാൽ പോരാ, നമ്മൾ ഓടണം. ഓടിയാലേ നമുക്ക് യഥാർത്ഥ സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്. നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ എതിരെ നിന്നൊരു സംവിധാനം വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ നടക്കുക, ഓടുക വേണം. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിനെതിരായിട്ട് പല കാര്യങ്ങളും, മാതൃസമൂഹത്തിനെതിരായിട്ട് ഭാരതത്തിൽ പല കാര്യങ്ങളും നടക്കുമ്പോഴും നമ്മുടെ സമൂഹം നമ്മൾ കാലുറപ്പിച്ചിടത്ത് നിൽക്കണമെങ്കിൽ വളരെ ഒരു പ്രയത്നം തന്നെ വേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യ 140 കോടി ജനങ്ങളാണ്. 140 കോടി ജനങ്ങളിൽ 8-10 കോടി ജനങ്ങൾ വനത്തിലാണ് താമസിക്കുന്നത്. പിന്നെ ഒരു 10 കോടി ജനങ്ങൾ വളരെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. പിന്നെ ഒരു 4-5-6 കോടി ജനങ്ങൾ ചേരി പ്രദേശങ്ങളിലാണ്, സ്ലമ്മിലാണ് ജീവിക്കുന്നത്. അത് ബോംബെയിലായിരിക്കും, അല്ലെ ഡൽഹിയിലായിരിക്കും, അല്ലെ കൽക്കട്ടയിലായിരിക്കും, അല്ലെ ചെന്നൈയിലായിരിക്കും. അങ്ങനെയുള്ള ജീവിത സൗകര്യങ്ങൾ അപര്യാപ്തമായിട്ട്, കാരണം നഗരങ്ങളിലേക്ക് എല്ലാവരും കുടിപാർക്കുന്നു ജോലിക്ക് വേണ്ടിയൊക്കെ. അങ്ങനെ ഒരു 25 കോടി ജനങ്ങൾ, പ്രത്യേകിച്ചും ബോംബെയിലെ ആ ഒരു സ്ലം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണ്. അതിനെ കേന്ദ്രീകരിച്ച് സിനിമയും കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറയുന്ന സിനിമയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 25 കോടി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനസംഖ്യയ്ക്ക് തുല്യമായിരിക്കും.
അല്ലെ റഷ്യൻ ജനസംഖ്യയേക്കാൾ തുല്യമായിരിക്കും, അല്പം കുറവേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വികസിത രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ജനസംഖ്യ, അവരുടെ ജീവിതം വളരെ ശോചനീയാവസ്ഥയിലാണ്. വികസനം അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ? അവർ നമ്മുടെ ദേശീയധാരയിൽ നമ്മുടെ ഒപ്പം വരണമെന്നുണ്ടെങ്കിൽ അവരില്ലാതെ വികസനം നടക്കില്ല, രാഷ്ട്രത്തിൻ്റെ വികസനം നടക്കില്ല. ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിലവാരം കുറഞ്ഞ വികസനമാണ്, അല്ലേ? ഒരു മന്ത്രിയുടെയോ അല്ലെ എക്സിക്യൂട്ടീവ് ഒരു ജോലി ചെയ്യുന്ന ആളുടെയും അവരുടെ ജീവിതമല്ല നിലവാരമല്ല. ഒരു രാജ്യത്തിൻ്റെ ജീവിത നിലവാരം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരമാണ്. അപ്പോൾ അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളൊരു പ്രത്യേക പരിശ്രമം തന്നെ ചെയ്യണം. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് എതിരായിട്ട് കാറ്റടിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് മറ്റാശയങ്ങൾ കയറുന്നത്. ഹാജി മസ്താനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒക്കെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. സമൂഹത്തെ വിഘടിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രതികാരം ചെയ്യണം. നിങ്ങൾ വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്, നിങ്ങളോട് അനീതി ചെയ്തു വഞ്ചിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ അവസരം വന്നു, നിങ്ങൾ തിരിച്ചടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. 1980-കളിലൊക്കെ യു പിയിലൊക്കെ നടന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയമാണ്. ജാതിയുടെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുക. ജാതിയുടെ പേര് പറഞ്ഞ് ഭിന്നിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് പഞ്ചതന്ത്രം കഥയിൽ ഒരു ഉദാഹരണമുണ്ട്. ഒരു ബാരുണ്ടൻ പക്ഷിയുടെ. ബാരുണ്ടൻ പക്ഷിക്ക് 2 ചുണ്ടുണ്ടായിരുന്നു, 2 തലയുണ്ടായിരുന്നു. അപ്പോൾ ഒരു അനുകൂലാവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെ പോയിരുന്നാലും 2 തല കൊണ്ട് അത് ആ പക്ഷിക്ക് ഭക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഒരു വിധിവൈപരീത്യമുണ്ട്. 1ാമത്തെ തലയ്ക്ക് മധുരം കിട്ടും, 2ാമത്തെ തലയ്ക്ക് കയ്പേ കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആർക്കാണ് പരാതി? 2ാമത്തെ തലയ്ക്കായിരിക്കും. 2ാമത്തെ തല പറയുന്നു, അല്ലയോ സഹോദരൻ, നീ എന്നും മധുരം കഴിക്കുന്നതല്ലേ, ഒരു ദിവസം എനിക്ക് മധുരം കഴിക്കാൻ ഒരു അവകാശം തരൂ. എല്ലാ ദിവസവും കയ്പ് കഴിച്ച് എൻ്റെ നാവ് തന്നെ കഴിച്ചുപോയി. അപ്പോൾ 1ാമത്തെ തല ഒരു വിധിവാദം പറയുകയാണ്, ഈ ജന്മത്തിൽ മധുരം കഴിക്കാനുള്ള വിധി എനിക്കാണ്, നിനക്ക് കയ്പ് കഴിക്കാനുള്ള ഒരു വിധിയാണ്. ആ സംഭാഷണത്തിൽ മറിച്ചൊന്നും പറയാനില്ല. ഒരു ദിവസം പക്ഷി പറന്ന് ഒരു മരത്തിൽ പോയിരുന്നു, നല്ല കനികളാണ്, പക്ഷേ വിഷക്കായാണ്. ഇപ്പോൾ 2ാമത്തെ തല അതിലേക്ക് വിഷക്കായ തിന്നാൻ നീണ്ട സമയത്ത് 1ാമത്തെ തല പറഞ്ഞു, അനിയാ അത് കഴിക്കരുത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷക്കായാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും നശിക്കും, നീയും നശിക്കും, നമ്മുടെ അമ്മയായിട്ടുള്ള പക്ഷിയും നശിച്ചു പോകുമെന്ന് പറഞ്ഞു. 2ാമത്തെ തല പറഞ്ഞു, ഞാനെന്തിനാണ് കഴിക്കാതിരിക്കുന്നത്, ഞാൻ മരിക്കുമെന്നല്ലേ ഉള്ളൂ, ഇന്നും നാളെയും മറ്റന്നാളും ആ കയ്പ് കഴിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്നോട് പറഞ്ഞില്ല അല്പം മധുരം തരാൻ, അപ്പം നീ എനിക്ക് തന്ന മറുപടി എന്താണ്? ഈ മധുരം കഴിക്കാനുള്ള വിധി എനിക്കാണ് എന്നല്ലേ പറഞ്ഞത്, ഇല്ലേ നിങ്ങൾക്കാണ് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ എൻ്റെ വിധി നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ വിധി ഇന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ തല ആ വിഷക്കായ കൊത്തി തിന്നുകയും ബാരുണ്ടൻ പക്ഷി മരിക്കുകയാണ്. ഈ കഥ ഈ അടുത്ത നാളെന്ന് എഴുതി വെച്ചതല്ല, പഞ്ചതന്ത്രം കഥയിലുള്ള കഥയാണ്. അപ്പോൾ അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികളുടെ അവശത മുതലെടുത്തുകൊണ്ട് സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയുടെ അരങ്ങേറിയിരുന്നു. ഭാഗ്യത്തിന് ശ്രീരാമ ജന്മഭൂമിയുടെ ആ ഒരു മുന്നേറ്റവും ഒക്കെ കൊണ്ട് അത് തൽക്കാലം പിന്നോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ സേവാപ്രവർത്തനം അനിവാര്യമാക്കുന്ന ധാരാളം സാഹചര്യങ്ങൾ ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് സംഘം പോലെയുള്ള സംഘടന, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം പൂജനീയ ദേവർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം എവിടെയൊക്കെയാണോ സാധിക്കുന്നത് അവിടെയാണ് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം 80-കളിൽ അദ്ദേഹം പറഞ്ഞു, ഇനി എവിടെയൊക്കെയാണ് ആവശ്യം അവിടേക്ക് നമ്മൾ പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വനവാസി ജനങ്ങളുടെ ഇടയ്ക്കൊക്കെ ഏകല വിദ്യാലയം എന്നുള്ള ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. പത്രങ്ങളൊക്കെ എഴുതും, അവിടെ BJP ജയിച്ച ധാരാളം 1 ടീച്ചർ സ്കൂൾ, ആയിരക്കണക്കിന് 1 ടീച്ചർ സ്കൂൾ നടത്തിയത് കൊണ്ടാണ്. വാസ്തവത്തിൽ ശരിയാണ്, ജയിച്ചത് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടേക്കൊക്കെ ഉള്ള ഒരു പ്രവേശനം ദേശീയ പ്രവർത്തനങ്ങളുടെ പ്രവർത്തകരുടെ ദേശീയ സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു എൻട്രി പോയിന്റ് ഇതേപോലെയുള്ള പിന്നോക്ക സ്ഥലങ്ങളിൽ, പിന്നെ ട്രൈബൽ ഏരിയയിലൊക്കെയുള്ള ഏകല വിദ്യാലയം 1 ടീച്ചർ സ്കൂളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സേവാപ്രവർത്തനത്തെ അനിവാര്യമാക്കി തീർക്കുന്ന ഒരു ഘടകം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലെ 10,000-കണക്കിന് ശാഖകളും ലക്ഷോപലക്ഷം സ്വയംസേവരും
കോടിക്കണക്കിന് സിമ്പതൈസ് അനുഭാവികളുമുള്ള ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെ കൈ ചൂണ്ടി വിരൽ ചൂണ്ടി ഓരോരുത്തരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സാധിക്കില്ല. അവിടെ പ്രേരണയാണ് ആവശ്യം, മോട്ടിവേഷനാണ് ആവശ്യം. ഈ മോട്ടിവേഷനിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സേവാ സങ്കല്പം ഇവിടെ പറഞ്ഞു, നമ്മുടെ ആത്മനിവേദനമാണ്, നമ്മുടെ സ്വയം കടമയാണ്, നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് സേവാപ്രവർത്തനം. എന്താണ് അതിന് കാരണം? അതിന് കാരണം നമ്മുടെ ജീവന ശൈലിയാണ്, ഹിന്ദു ജീവന ശൈലി. ഹിന്ദു ജീവന ശൈലി, ഭാരതീയ ജീവന ശൈലി, ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ, ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതൊരു ജീവന ശൈലിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അതേത് ജഡ്ജിയാണ് ഇവിടെ വെച്ച് പറഞ്ഞതാണെന്നുള്ളത്. ഞാനത് പത്രം അന്ന് കണ്ടിരുന്നു, പക്ഷെ അത് എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഹിന്ദു ജീവന ശൈലിയുടെ പ്രത്യേകത എന്താ? ഹിന്ദു ജീവന ശൈലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്നാണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ജീവിത വീക്ഷണം. അതാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ് പ്രപഞ്ചത്തിലെ എല്ലാ, അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും മറ്റ് ജീവരാശികളായാലും എല്ലാത്തിലും ഈശ്വരനെ കാണും. തൂണിലും തുരുമ്പിലും ഈശ്വരനെ ഉണ്ടെന്നുള്ളത് എല്ലാ സാധാരണക്കാർക്കും അറിയാൻ പറ്റും. ഈ വീക്ഷണമുള്ള ഒരേ ഒരു ജനത ഭൂമുഖത്ത് ജീവിക്കുന്ന ഹിന്ദു ജനത തന്നെയാണ്. ബാക്കിയുള്ളിടത്തെല്ലാം ദൈവം ഒന്ന്, മനുഷ്യൻ മറ്റൊന്ന്, മറ്റ് പ്രകൃതിയിലുള്ള വേറൊന്ന്. അതുകൊണ്ട് എന്ത് പറ്റും? ചൂഷണം സംഭവിക്കുന്നു. എന്താ? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് അർഹതപ്പെട്ടവൻ്റെ അതിജീവൻ. പാമ്പ് തവളെ പിടിക്കുന്നു, തവള പാമ്പിൻ്റെ വായിലിരുന്ന് മുന്നിൽ കൂടി പോകുന്ന പ്രാണിയെ പിടിക്കാൻ നോക്കുന്നു. ശക്തിയുള്ളവൻ ദുർബലനെ കീഴടക്കാൻ നോക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്നാണ് പാശ്ചാത്യർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇറാനും അല്ലെ അമേരിക്കയും അല്ലെ ഉക്രൈനും റഷ്യയും അല്ലെ ഇസ്രായേലും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഭാരതത്തിൻ്റെ സന്ദേശം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഈ സന്ദേശം ലോകം അംഗീകരിക്കണമെങ്കിൽ ഭാരതം ബലവത്തായി തീരണം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതായത് ഈശ്വരൻ്റെ അംശങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും സുഖം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുക മാത്രമല്ല, നമ്മൾ ഓണത്തിന് ഉറുമ്പിന് ആഹാരം കൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. ഒരു വിളക്ക്, ഒരു തിരി കത്തിച്ച് വെച്ച് വീടിന് ചുറ്റും ചോറോ നെയ്യ് പുരട്ടി ചോറൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഓണത്തിന് ഉറുമ്പൂട്ടുന്ന രീതി പോലെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് ആദർശം മാത്രമല്ല, സാധാരണ ജനങ്ങളിലേക്കുള്ള. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവൻ തന്നെയാണ് മറ്റ് ജീവജാലങ്ങളിലും വ്യാപരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ്റെ നിഴല് സമുദ്രത്തിൽ പതിക്കുന്നുണ്ടല്ലോ. പണ്ണാത്തിപ്പുഴയുടെ തീരത്ത് കണ്ണാടി നോക്കുന്ന നേരം എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രൻ്റെ പ്രതിബിംബം പണ്ണാത്തിപ്പുഴയെ പ്രതിഫലിക്കുന്നുണ്ട്. അത് പുഴയിൽ മാത്രമല്ല, അത് കുളത്തിലും കിണറ്റിലും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ഈശ്വരൻ്റെ ചൈതന്യം എല്ലാ ജീവികളിലും വ്യാപരിക്കുന്നു എന്ന ഒരേ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, ഒരു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് സേവനത്തിന് പ്രത്യേകിച്ച് തത്വശാസ്ത്രമൊന്നും വേണം. കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് പല പടിഞ്ഞാറൻ ഉദാഹരണങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടിരുന്നു. ഹിന്ദു സമൂഹത്തിന് സേവാപ്രവർത്തനമില്ല, അത് വെസ്റ്റേൺ രീതി കണ്ടിട്ടാണ്, നമ്മൾ പാശ്ചാത്യരെ കണ്ടിട്ടാണ് മനസ്സിലാക്കിയെന്നൊക്കെ പറയുന്നത്. പക്ഷേ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മുതിർന്ന ഒരാൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നിൽ നിന്ന് കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരിലാണോ കരുണ കാണിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. തിരിച്ച് പ്രതീക്ഷിച്ചാൽ അത് കച്ചവടമായി. ഞാനൊരാളെ കാരുണ്യം കാണിച്ചിട്ട് ആ വ്യക്തി എൻ്റെ ആശയത്തിൻ്റെ പിന്നാലെ പോരുക എന്ന് പറഞ്ഞാൽ അത് കച്ചവടം തന്നെയാണ്. പക്ഷെ നമ്മുടെ ശിവി ചക്രവർത്തിയുടെ ഉദാഹരണമുണ്ട്. നമുക്ക് പ്രാവിന് സ്വന്തം ശരീരത്തിലെ മാംസം മുറിച്ചു കൊടുത്ത് ശിവി ചക്രവർത്തിയുടെ ഉദാഹരണമുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത ദർശനം തന്നെ, നമ്മുടെ കാരുണ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയൊക്കെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഈ സങ്കല്പമാണ്, നമ്മുടെ ജീവിത ദർശനമാണ്, ഹിന്ദു ജീവിത ദർശനം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ ശ്രീബുദ്ധൻ്റെയും വിവേകാനന്ദ സ്വാമിയുടെ ഉദാഹരണം, ശ്രീബുദ്ധൻ അസുഖമായിട്ട് നടക്കുന്ന ജനങ്ങളെ കണ്ട സമയത്ത് ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം സിദ്ധാർത്ഥ രാജകുമാരൻ എന്നുള്ളതിൽ നിന്ന് ശ്രീബുദ്ധനിലേക്ക് വളർന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് രോഗികളെ കണ്ടപ്പോൾ, മരിച്ചവരുടെ ആ ശരീരം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം മറ്റുള്ളവരെക്കുറിച്ചാണ് ചിന്തിച്ചത്. മറ്റുള്ളവരുടെ അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന മാറ്റം, ആർദ്രത, അതിനാണ് സംവേദന എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ വിശ്വവിജയായി കഴിഞ്ഞത്
ചിക്കാഗോ നഗരത്തിൽ താമസിക്കുമ്പോഴാണ് അദ്ദേഹം കൽക്കട്ടയിലെ സ്വന്തം സഹോദരന്മാരെ കുറിച്ച് ആലോചിച്ചത്. ആരുടെ പേരിലാണോ ഞാൻ അവിടെ അവരെ ആഹ്വാനം ചെയ്തത്, ആ ഒരു വലിയ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തെ ആദി പരമ്പരയായിട്ടുള്ള സന്യാസി പരമ്പരയുടെ ആ പേരിലാണ് അദ്ദേഹം ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ, ഉദാരമായ സംസ്കാരത്തിൻ്റെ പേരിൽ ആഹ്വാനം ചെയ്തു. ആ സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരാണ് കടകളിൽ കിടന്നുറങ്ങുന്നത്, കറുത്തിണ്ണയിലും കിടന്നുറങ്ങുന്നത്, ഉടുതുണിക്കും മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിനൊന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വികാരത്തിനാണ് സംവേദന എന്ന് പറയുന്നത്. ആ സംവേദനയിൽ നിന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞത് എന്താ, അനേക ലക്ഷങ്ങൾ അജ്ഞതയിലും പട്ടിണിയിലും ആണ്ട് കിടക്കുന്നിടത്തോളം കാലം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഓരോ അഭ്യസ്ത വിദ്യനെയും ഞാൻ ദേശദ്രോഹി എന്ന് വിളിക്കും എന്നാണ്. നമ്മളെ തൊട്ടുണർത്തുന്ന, നമ്മളെ നിദ്രയിൽ നിന്ന് ഉണർത്തുന്ന വാചകമാണ്. അനേക ലക്ഷങ്ങൾ അജ്ഞതയിലും പട്ടിണിയിലും ആണ്ട് കിടക്കുന്നിടത്തോളം കാലം അവരുടെ ചെലവിൽ അഭ്യസ്തവിദ്യനായിട്ടും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഓരോ ഭാരതീയനെയും ഞാൻ ദേശദ്രോഹി എന്ന് വിളിക്കും എന്നാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. അപ്പോൾ സംവേദന എന്നുള്ളതാണ് നമ്മുടെ സേവാപ്രവർത്തനത്തിൻ്റെ ഒരു ചാലക ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതീയ സങ്കല്പത്തിലെ മറ്റൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ വിനോബാജി വിനോബാജി അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൻ്റെ ബാഹ്യരൂപമാണ് ശുശ്രൂഷ. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമാണ്, അത് നമുക്ക് പുറമേ കാണാൻ സാധിക്കില്ല. പക്ഷേ സ്നേഹം പുറമേ വരുമ്പോൾ അത് ശുശ്രൂഷയായിട്ട് മാറുന്നു. അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്, ഉറക്കുന്നുണ്ട്, എല്ലാം ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്കൊരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ശുശ്രൂഷിക്കും. ഭഗവാനോട് ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാനെ നമ്മൾ അഭിഷേകം കഴിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, വസ്ത്രം ഉടുപ്പിക്കുന്നുണ്ട്, ആഹാരം കൊടുക്കുന്നുണ്ട്, അതിനും സേവയെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ബാഹ്യരൂപമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയായിട്ട് നമുക്കൊരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ആളെ നമ്മൾ ശുശ്രൂഷിക്കും. ആ വികാരം നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അനേകം പേരെ ശുശ്രൂഷിക്കുമ്പോൾ അത് സേവാപ്രവർത്തനമായിട്ട് വരും. ഇങ്ങനെയാണ് സംഘത്തിൻ്റെ ഈ സേവാപ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ഒരു മനോഭാവം അത് മൊത്തം സമൂഹത്തോട് തോന്നുന്ന സമയത്ത് അത് സേവാപ്രവർത്തനമായിട്ട് വരുന്നു. ഭാരതീയ സങ്കല്പത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് സേവാപ്രവർത്തനം ചെയ്യേണ്ടത്? ഇന്ന് അനേകം സംഘടനകൾ സേവാപ്രവർത്തനം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ചെയ്യുമ്പോൾ അതിനുള്ള പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ട്യൂഷൻ സെൻറ്റർ, അല്ലെങ്കിൽ ഒരു പുസ്തക വിതരണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘം ചെയ്യുന്നത് ഉള്ള വ്യത്യാസം എന്താണ്? രാഷ്ട്രീയ സ്വയംസേവക സംഘം സേവാപ്രവർത്തനം ചെയ്യുന്നത് അതിൻ്റെ ലക്ഷ്യപൂർത്തിയുടെ ഭാഗമായിട്ടാണ്. എന്താണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ പരംവൈഭവമാണ്. ഈ ഒരു കുറവുമില്ലാത്ത രാഷ്ട്രം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധ ഭാരതം, സമർത്ഥ ഭാരതം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ദോഷരഹിത ഹിന്ദു സമൂഹം, ഈ മാതൃസമൂഹം, ഈ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ സമാജം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് നമ്മൾ ഹിന്ദു സമൂഹം ഇല്ല ഹിന്ദു സമാജം എന്ന് പറയുന്നത്? അത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഒരുപക്ഷെ നിന്നേക്കാം. ഒരു സമാജം എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ സത്സംഗയാലകായിട്ടുള്ള പൂജനീയ ദേവർശ്രീ പറയുന്നുണ്ട്, സവിശേഷ സ്വഭാവമുള്ള ഒരു സമൂഹത്തെയാണ് സമാജം എന്ന് പറയുന്നത്. ഈ സവിശേഷ സ്വഭാവം എന്താ? പൊതു പാരമ്പര്യമായിരിക്കാം, അല്ലെ സമാനമായ സുഖദുഃഖ മനോഭാവം ഉണ്ടാകാം. പകൽഹാം എന്ന് പറയുന്ന സ്ഥലത്ത് തീവ്രവാദികൾ അത്രയും പേരെ വധിച്ച സമയത്ത് സമാനമായിട്ടുള്ള ദുഃഖമാണ് ഭാരതം മുഴുവൻ അലയടിച്ചത്. ഇപ്പോൾ പൊതു പാരമ്പര്യമാകാം, സമാനമായിട്ടുള്ള സുഖദുഃഖ മനോഭാവങ്ങളുണ്ടാകാം, അല്ലെ പൊതുജീവിത മൂല്യങ്ങളുണ്ടാകാം. ഈ ജീവിത മൂല്യം എന്നുള്ളതിനെ ഹരിയേട്ടന് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ധർമ്മത്തിൻ്റെ മൂല്യത്തിൻ്റെ ഒരു പ്രകടനം ഞാൻ അവിടെ കണ്ടു. ചെറിയ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. ഒരു പാൽ വിൽപ്പനക്കാരൻ പാല് അളന്ന് കൊടുക്കുമ്പോൾ ആ അളന്നതിന് ശേഷം ആ പാല് കുറഞ്ഞു പോകാതിരിക്കാൻ അത് കുറച്ചുകൂടെ അതിലേക്ക് ഒഴിക്കും. ഒരു സ്റ്റേഷനറി പലചരക്ക് കച്ചവടക്കാരൻ, അനാദി കച്ചവടക്കാരൻ ഒരു സാധനം അരിയോ ഉപ്പോ മുളകോ തൂക്കി കൊടുക്കുന്ന സമയത്ത്
അത് കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ചുകൂടി ആ ത്രാസിലേക്ക് ഇട്ട് കൊടുക്കും. എന്തിനധികം ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ ഒരു 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ ഒരാൾ കപ്പലണ്ടി മേടിക്കുകയാണെങ്കിൽ ആ കോട്ടിയ കടലാസിൽ അത് നിറച്ചിട്ട് പിന്നെ അയാളുടെ വകയായിട്ട് ഒരു 2 ഇട്ട് കൊടുക്കും. എന്താ കുറഞ്ഞു പോകാതിരിക്കുക? ഇതൊരു ജീവിത മൂല്യമാണ്. ഇങ്ങനെയുള്ള ജീവിത മൂല്യം ആചരിക്കുന്ന സവിശേഷ സ്വഭാവമുള്ള ഒരു ജനതയാണ് ഹിന്ദു സമാജം. ആ ഹിന്ദു സമാജത്തിലാണ് പരിവർത്തനം വരേണ്ടത്. അവിടെയാണ് സാമൂഹ്യ സമരസത ഉണ്ടാകേണ്ടത്. അവിടെയാണ് ദോഷങ്ങൾ നീങ്ങേണ്ടത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപനത്തോടുകൂടി ഡോക്ടർ ഹെഡ്ഗാർ ആഗ്രഹിച്ചത് രാഷ്ട്രത്തിൻ്റെ പരംവൈഭവം എന്ന് പറയുന്ന ദോഷരഹിത ഹിന്ദു സമാജമാണ്. ആ ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജാതി മാത്രമല്ല, ഈ അടുത്ത കാലത്തെ ലഹരി എന്നുള്ള പ്രശ്നം വരും. ഇന്ന് സർസംഘചാലകൻ്റെ പ്രസ്താവനയുണ്ട്, സ്വയംസേവകർ ജാതി പോകണമെങ്കിൽ സ്വയംസേവകർ മിശ്രവിവാഹം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവറസ്റ്റി വസന്ത വ്യാഖ്യാനമാല എന്ന് പറയുന്ന പ്രസംഗത്തിൽ പൂനെയിൽ പറഞ്ഞതാണ്, കാസ്റ്റ് മസ്റ്റ് ഗോ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ എന്ന് പറയുന്നത്. അതായത് ജാതി പോയേ തീരൂ, മുച്ചൂടും ജാതി പോകണം. എങ്ങനെ പോകണം? സ്വയംസേവയുടെ ആചരണം കൊണ്ട് പോകണം. അദ്ദേഹം അന്ന് പറഞ്ഞത് സ്വയംസേവർ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്യണമെന്നാണ്. ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റർ കാസ്റ്റ് ഇന്നങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അത് ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഇൻ്റർ സ്റ്റേറ്റും ഇൻ്റർ കാസ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദേവർച്ച് സർസംഘചാലകൻ അന്ന് തന്നെ പറഞ്ഞു, ഏത് കാലഘട്ടത്തിൽ 80കളിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ദോഷരഹിത ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ജാതീയത മാത്രമല്ല, ലഹരിയുടെ നമ്മുടെ ഈ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ആശങ്കയുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഈ കാലഘട്ടത്തിലുള്ള വെല്ലുവിളികളെയും കൂടെ നേരിടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലൊരു പരിവർത്തനം വരുന്നത്. ഈ പരിവർത്തനത്തെയാണ് യുഗാനുകൂല പരിവർത്തനം എന്ന് മോഹൻജി ഭാഗവത് പറയുന്നത്. ഡോക്ടർ മോഹൻജി ഭാഗവത് സംഘത്തിൻ്റെ പൂജനീയ സർസംഘചാലകൻ. ഒരു പുതിയ യുഗത്തെ ആനയിക്കാൻ, പുതിയ യുഗം എന്ന് പറയുമ്പോൾ ഒരു വലിയ മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ് പുതിയ യുഗം ഭാരതീയരെ സംബന്ധിച്ച്. അല്ലാതെ നമ്മുടെ ഭിത്തിയിലെ കലണ്ടർ മറിച്ചിട്ട് ആ പുതിയ യുഗം വരില്ല. പുതിയ യുഗം, ആ യുഗത്തിൽ ഇവിടെ സനാതനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. സനാതനധർമ്മം നശിക്കാത്തതാണ്. ഉദയനിധിയോ ആരും വെള്ളം വെച്ചാലോ നശിക്കില്ല. കാരണം എന്താണ്? അതിന് പ്രസക്തിയുണ്ട്. ഓരോ കാലഘട്ടത്തിലും അതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് അത് നശിക്കാത്തത്. ആ സനാതനധർമ്മത്തിൽ എന്തേലും ഒരു ചെറിയ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യുഗധർമ്മങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ അത് ആ യുഗത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു ധർമ്മമായിരുന്നു. ജാതി വ്യത്യാസത്തെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിന് ഗുരുദേവൻ പ്രാധാന്യം കൊടുത്തപ്പം അത് സനാതനധർമ്മത്തിലെ യുഗധർമ്മമായി. അതുകൊണ്ട് സനാതനധർമ്മം എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരിക്കലും നശിക്കില്ല. കാരണം അതിന് പ്രസക്തിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഹിന്ദു സമൂഹത്തെ, ദോഷരഹിതമായ ഹിന്ദു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് അതാണ് സംഘത്തിൻ്റെ സേവാപ്രവർത്തനത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ണാറക്കണ്ണൻ നമുക്കറിയാം, അവിടെ രാമേശ്വരത്ത് മണൽ കുറച്ച് വാരിയിട്ടത് അവിടെ സേതുബന്ധനം നടക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമിയും ലക്ഷ്മണകുമാരനും അസംഖ്യം വാനര സേനയ്ക്കും കൂടെ ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് സേതുബന്ധനം പാലം കിട്ടുന്ന സമയത്ത് അണ്ണാറക്കണ്ണൻ്റെ പ്രവർത്തനം, സമുദ്രത്തിൽ മുങ്ങി മണലിൽ കിടന്ന് ഉരുണ്ടു, ഏതാനും തരികൾ അവിടെ നിക്ഷേപിച്ചു. അത് വളരെ ശ്രീരാമസ്വാമി അനുഗ്രഹിച്ചു. അണ്ണാറക്കണ്ണനെക്കുറിച്ച് നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കേൾക്കുന്ന കഥ ഇതാണ്. ഒരേ ഒരു കഥ മാത്രം, രണ്ടാമത്തെ കഥ കേട്ടിട്ടില്ല. എന്താണ് അതിൻ്റെ പ്രത്യേകത? അവിടെ അണ്ണാറക്കണ്ണൻ ചെയ്തത് വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എന്താണ്? ശ്രീരാമസ്വാമിയും ലക്ഷ്മണകുമാരനും വാനരന്മാരും അവിടെ ലങ്കയിലേക്ക് ടൂർ പോയതല്ല. ശ്രീരാമസ്വാമിയുടെ അവതാര ഉദ്ദേശം, അതായത് ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസ കുലത്തെ ഒന്നടങ്കം നശിപ്പിക്കും എന്ന് ആരണ്യകാണ്ഡത്തിൽ പറയുന്നുണ്ട്. മുനിമാരുടെ എല്ലുകൾ കാണുന്ന സമയത്ത്, രാക്ഷസന്മാർ കൊന്നു തിന്ന മുനിമാരുടെ എല്ല് കാണുന്ന സമയത്ത്, ആ കൂമ്പാരം കാണുന്ന സമയത്ത് രാമൻ അവിടുന്ന് പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ഈ ദുഷ്ടക്കൂട്ടങ്ങളെ ഞാൻ നഷ്ടമാക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള രാക്ഷസന്മാരെ മൊത്തം നിഗ്രഹിച്ചിട്ട് അധർമ്മത്തെ പരാജയപ്പെടുത്തി ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ യാത്രയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാറക്കണ്ണൻ കുറച്ച് മണത്തരികൾ അവിടെ കൊണ്ടിട്ടത്. എന്ന് പറയുന്നത് പോലെ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുന്ന ഒരു മഹത്തായ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് സംഘം സേവാപ്രവർത്തനം ചെയ്യുമ്പോൾ, സ്വയംസേവ ചെയ്യുമ്പം അത് ചെറിയ പ്രവർത്തനമായിരിക്കും, ചിലപ്പം കുറച്ചുകൂടെ വലിയ വിപുലമായ പ്രവർത്തനമായിരിക്കും. അതെല്ലാം വലിയൊരു ധർമ്മത്തിൻ്റെ കടമയുടെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം
ഇവിടെ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കണം എന്ന് പറയുന്നു. ഹിന്ദു സമാജത്തിനൊരു ദൗത്യമുണ്ട്, ഒരു പിന്നെ ഭൂഗോള ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം എന്ന് പറയുന്നത്? ആ ദൗത്യം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഇന്ന് ദുർബലയും രോഗിണിയും അടിമത്തത്തിൽ കിടക്കുന്നവളുമായിട്ടുള്ള ഈ ഭാരതമാതാവ് സുന്ദരിയും രത്നകിരീടം ചൂടി കനകസിംഹാസനത്തിൽ ഇരുന്ന് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണമെന്ന് പറയുന്നു. അതേപോലെ അരവിന്ദ മഹർഷി പറയുന്നുണ്ട്, ഈ സനാതനധർമ്മത്തെ ലോകത്തെങ്ങും പടർത്തുക, അതിന് പറ്റിയ സൂപ്പർ ഹ്യൂമൻ ബീയിങ്സ് ഇവിടെ ഉണ്ടാകണം, അതിമനുഷ്യർ ഇവിടെ വേണം എന്ന് പറയുന്നു. അതിനെയാണ് പരംപൂജ്യനെ ഗുരുജി പറഞ്ഞത് നമ്മുടെ ആഗോള ദൗത്യം എന്ന് പറഞ്ഞത്. അതിനെയാണ് ദീൻദയാൽജി പറഞ്ഞത് നമ്മുടെ അവസരം വരും എന്ന് പറയുന്നു. ഈ ദീൻദയാൽജി പറഞ്ഞു, ലോകത്തൊരു അവസരം വരും. ലോകം ശരിയായ ദിശ കാണാതെ ഉഴലുമ്പോൾ, പല പ്രശ്നങ്ങളിൽ ഉഴലുന്ന സമയത്ത് അതിന് ലോകത്തിന് ശരിയായിട്ടുള്ള മാർഗം കൊടുക്കാൻ നമ്മൾ ശക്തി പ്രാപിക്കണം എന്ന് പറയുകയുണ്ടായി. പരമേശ്വരൻ ഒരിക്കലും ഒരു കുസൃതി ചോദ്യം ഇന്നത്തെ സത്സംഘാതകനോട് ചോദിച്ചൊരു 500 പേര് ഇരിക്കുന്ന ഒരു വേദിയിലാണ് സദസ്സിലാണ് ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു, ഭാരതമാണോ ചൈനയാണോ മുന്നിൽ കിടക്കുക എന്ന്. സത്സംഘാതകൻ ഉത്തരം കൊടുത്തു, പരമേശ്വരജിക്ക് ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ചിലപ്പം ചൈന മുന്നിൽ കിടക്കും എന്നാണ് പറയാൻ സാധിക്കുക. പക്ഷേ ചൈന മുന്നിൽ കിടന്നാൽ ലോകത്ത് അശാന്തി വരും. ചൈന സാമ്രാജ്യത്വവാദിയാണ്. ചൈനയുടെ ഈ സാമ്രാജ്യവാദം കൊണ്ട് ലോകം ഞെരുങ്ങുമ്പോൾ അതിനുത്തരം കൊടുക്കാനായിട്ട് ഭാരതം അന്നത്തേന് ശക്തി പ്രാപിക്കണം എന്ന്, ഭാരതത്തിൻ്റെ അവസരം വരും എന്ന് പറയും. അപ്പം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരംവൈഭവം എന്ന് പറഞ്ഞാൽ ഈ ദോഷരഹിതമായ ഹിന്ദു സമാജമാണ്. ആ മുഴുവൻ ഹിന്ദു സമാജത്തിലെ ദോഷങ്ങൾ മാറ്റാനായിട്ട് സ്വയം സേവകർക്കുള്ള ഒരു കർത്തവ്യം, സ്വയം സേവകർ എവിടെയാണ് സേവന പ്രവർത്തനം ചെയ്യേണ്ടത്? അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികളിലേക്ക് പോകാം. നഗരങ്ങളിലൊക്കെ സേവാപ്രവർത്തനം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും, ധാരാളം സംഘടനകളുണ്ടാവും. പക്ഷേ അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികളിലേക്ക് പോകാനാണ് നിർദ്ദേശം. അതിനെയാണ് അന്ത്യോദയം എന്ന് ദീൻദയാൽജി പറഞ്ഞത്. ഉദയം അന്ത്യത്തിൽ നടക്കണം. അവിടെ പോകുമ്പോഴാണ് പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഇടയിൽ പോയിട്ട്, അവരും നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഏകദേശം ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ശേഷാദ്രിജി വാണിംഗ് പറഞ്ഞിട്ടുണ്ട്, സേവാപ്രവർത്തകരോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ക്ലാഡ് ഇമേജോടുകൂടി പോകാൻ പാടില്ല. എന്നുവെച്ചാൽ വെള്ളയും ധരിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഇമേജോടുകൂടി പോകാൻ പാടില്ല. ഒരു സാധാരണക്കാരെ പോലെ പോകണം. അവിടെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലല്ല നമ്മൾ പോകേണ്ടത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്, നീ ആരെയാണ് നീ ആർക്കാണ് ഉപകാരം ചെയ്യാൻ പോകുന്നത്? നിനക്കെന്താണ് അർഹത? നീ ജനങ്ങളെ സേവിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മാനവസേവ, മാധവസേവ, നരസേവ, നാരായണ സേവ എന്നുള്ള ആ മഹത്തായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു. നിനക്കൊരാൾക്ക് ഉപകാരം ചെയ്യാനൊന്നും സാധിക്കില്ല, കാരണം ഈശ്വരൻ്റെ അംശമാണ് ആ ആൾ. പിന്നെ നീ അവരെ സേവിക്കുകയാണ് വേണ്ടത്. ഇതേ ഒരു ഉപദേശം നമ്മുടെ സർക്കാരുകൾ തന്നിട്ടുണ്ടായിരുന്നു. അവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവർക്ക് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും സംസ്കാരത്തിൽ അവർ നമുക്ക് തുല്യമാണ്. ഇവിടെ കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മൂന്നാർ പ്രദേശം 4000 അടി ഉയരത്തിലാണ്. അവിടുന്ന് 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറിൽ കോവിലൂർ, കൊട്ടാക്കുമ്പൂർ, വട്ടവട പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പല പ്രാവശ്യം പോയി. നമ്മുടെ ആലുവയിലുള്ള മാതൃഛായ ബാലസദനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീട് അവിടെ ചിലന്തിയാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. എസ്റ്റേറ്റിൽ പണിയെടുത്ത് റിട്ടയർ ചെയ്ത് താമസിക്കുന്ന അവിടെയുള്ള മുരുകയ്യയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോഴും മുരുകയെയും മകനെയും ഭാര്യയും സഹധർമ്മിണിയും ഒന്നും അവിടെ കാണാനില്ല. അവർ നേരെ പുറകിലുള്ള കുന്നിൻ്റെ ചെരുവിൽ ഉരുളക്കിഴങ്ങ് കൃഷി നടത്തുകയാണ്. പകൽ 2 മണിയായി, നല്ല തീ പോലുള്ള വെയിലാണ്. ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടന്മാരെ ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അവരാഹാരം ഉണ്ടാക്കി, ശാദം പച്ചരിച്ചോറ് വേഗം ഉണ്ടാക്കി, അവർ കുളമ്പ്, സാമ്പാർ, ബീൻസൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വേഗം ഉണ്ടാക്കി. ഞങ്ങൾ കാണുന്നുണ്ട്. അവർ കുളിയൊക്കെ കഴിഞ്ഞ് 2 വാള വെള്ളം തലയിൽ ഒഴിച്ചു. പപ്പടം കാച്ചുന്ന ഒരു കയ്യിൽ എണ്ണ ഒഴിച്ചിട്ട് അത് അടുപ്പിലേക്ക് വെച്ചിട്ടാണ് പപ്പടം കാച്ചത്. പപ്പടം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അവർക്കതൊന്നും ആവശ്യമില്ല. എന്നിട്ട് അതെല്ലാം വിളമ്പിയപ്പോൾ ആ കുട്ടിയും ഞങ്ങൾ 1-2 പേര് ഇരുന്നിട്ട് ഞങ്ങൾ മന്ത്രം ചൊല്ലി, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർന്നു, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഇതെല്ലാം ഈശ്വരനിലേക്ക് സ്മരിക്കുന്നു. അവരുടെ കണ്ണിൽ കൂടെ കണ്ണീരൊഴുകി. മുരുകയെ പറഞ്ഞു, ചേട്ടന്മാരെ, എൻ്റെ കുട്ടി സംഘത്തിൽ പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ഥാപനത്തിൻ്റെ പേരൊന്നും അവർക്ക് പറയാനറിയില്ല. എൻ്റെ കുട്ടി സംഘത്തിൽ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ മന്ത്രം കേൾക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണീര്
ആഹാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അവരത് പറഞ്ഞത് ശരിയാണ്, അവർ മന്ത്രം ആദ്യമായിട്ട് കേൾക്കുകയാണ് സംസ്കൃതത്തിൽ. പക്ഷേ അവരുടെ പ്രവൃത്തി എന്താണ്? പലകയടിച്ച് അവരുടെ വീട്ടിൽ പിള്ളയാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഗണപതി, മാരിയമ്മയുണ്ട്, അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്. ആഹാരം പാകം ചെയ്ത ശേഷം നേരെ ഞങ്ങൾക്ക് വിളമ്പിത്തരുകയല്ല ചെയ്തത്. അവിടെ മുരുകയെ ചന്ദനത്തിരി കത്തിച്ച് അവിടെ ഭസ്മത്തിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് ഒരു പൂജ നടത്തി. അങ്ങനെ ഒരു പൂജ നടത്തിയ ശേഷം വിഭൂതി ഭസ്മം എടുത്ത് ഭാര്യയെ തൊടിയിച്ച് മക്കളെ തൊടിയിച്ച് ഞങ്ങൾക്ക് തുടങ്ങും. അപ്പം നമ്മൾ ആഹാരം കഴിച്ച സമയത്ത് ഈശ്വരനെ സ്മരിച്ചുവെങ്കിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് അവർ ഈശ്വരനെ പൂജിക്കുകയാണ്. നമ്മുടേത് വാക്കാണ്, അവരുടെ കർമ്മമാണ്. നമ്മുടേത് വല്ലപ്പോഴുമാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ നിത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് ബസ്സില്ല, അവിടെ തണുപ്പാണ്, അവിടെ സ്കൂളില്ല, മറ്റ് പല അസൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അവർ സംസ്കാരത്തിൽ പിന്നിലല്ല, നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ്. അതുകൊണ്ടാണ് ശേഷാദ്രിജി പറഞ്ഞ് അവിടെ പോകുമ്പോൾ അവരെ പഠിപ്പിക്കാനല്ല പോകേണ്ടത്, അവരുടെ കൂടെ ചെന്ന് അവിടെ വൈറ്റ് ക്ലാഡ് ഇമേജോടുകൂടി അല്ല പോകേണ്ടത്. അവസാന വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തികളിലേക്ക് ചേർന്ന് പ്രവർത്തിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുത്തി രാഷ്ട്ര പുനർനിർമ്മാണ പദ്ധതിയിൽ നല്ലൊരു ഉയർച്ച, നല്ല നല്ല കഴിവുള്ളവരാക്കി രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ കഴിവുള്ള വ്യക്തികളാക്കി അവരെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സേവാപ്രവർത്തനം എന്ന് പറയുന്നത്. സേവാപ്രവർത്തനത്തെക്കുറിച്ച് ഇനിയും ധാരാളം പറയാനുണ്ട്, അനുഭവങ്ങളും ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സേവന പ്രവർത്തനം എന്ന് പറയുമ്പോൾ സംഘപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മുടെ പ്രേരണ എന്ന് പറയുന്ന ഭാരതീയ ജീവിത സങ്കല്പമാണ്. ഈശ്വരൻ്റെ അംശങ്ങളാണ് എല്ലാവരിലും ഉള്ളത്. അവരെ സേവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആത്മനിവേദനമാണ്. ആ ഒരു പ്രവർത്തനമാണ് മാനവസേവ, മാധവസേവ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ആ പ്രവർത്തനം ഇന്ന് അനിവാര്യമാണ്. കാരണം രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. സൂര്യനാരായണ റാവുജി പറഞ്ഞതുപോലെ ഇവിടെ ഭൂരിപക്ഷവും രാഷ്ട്രാനുകൂല ശക്തികളാണ്, പക്ഷെ അവർ നിഷ്ക്രിയരാണ്. ഒരു ന്യൂനപക്ഷം രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട്, അവർ സക്രിയരാണ്. അതുകൊണ്ട് എല്ലാ മേഖലയിലേക്കും എത്തുക, നമ്മുടെ പ്രവർത്തനം എത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ കടമയുടെ നിർവഹണമാണ് നമ്മൾ സേവാപ്രവർത്തനത്തിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഘത്തിൻ്റെ സേവാപ്രവർത്തനം. അത് സ്വയംസേവി മാത്രമല്ല, ഈ നാട്ടിലെ സജ്ജന ശക്തി എന്നൊരു പ്രയോഗം സംഘത്തിലുണ്ട്. ഈ നാട്ടിലെ നന്മയുടെ ശക്തികൾ അവരിലേക്കും കൂടെ വ്യാപിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ലോകത്തിന് വഴികാട്ടാനായിട്ടുള്ള ഒരു മഹത്തായ ശക്തിയെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.